ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഡോഗ് വില്ലേജിൻ്റെ ഒരു തുടക്കമാണ്. അതിനായി നമ്മളിന്ന് ഡോഗും പണിയും ഒരു ലൈറ്റ് ഹൗസും പണിയും അതിൻ്റെ ഒരു വീടും പണിയുന്നതായിരിക്കും. സോ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഗൈസ് നമ്മൾ പണിയാൻ പോയാണ്. അപ്പോൾ ഇത് നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ പണിത വീടാണ്, വലിയ വീടാണ്. ഇവിടെ നമ്മളൊരു സ്വീറ്റ് ബെറി ഫാമും തുടങ്ങി. പിന്നെ ഇത് നമ്മുടെ ഒരു കസ്റ്റം ട്രീ ആണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു പോണ്ടും ഉണ്ട്, അത് നമ്മൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു കുഴി പോലെ കുത്തിയിട്ട് അതിൻ്റെ ഉണ്ടക്കൂടെ കുറേ കോബിൾ സ്റ്റോണും ഒക്കെ വെച്ച് പ്ലേസ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ പണിയാൻ പോകുന്ന സ്ഥലം കാണിച്ചു തരാം. നമ്മൾ ഈ സ്ഥലത്തൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ഡോഗ് വില്ലേജ് വരാൻ പോകുന്നത്. അതിനെ ഇച്ചിരി ഒന്ന് ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്തിട്ട് കാണിക്കാം. ക്ലിയർ ചെയ്യണം. നമ്മളിപ്പം അങ്ങോട്ട് പോയി നമ്മുടെ ഫുഡ് നമ്മളവിടെ ഫുഡ് എടുക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഫുഡ് ഒന്ന് എടുത്ത് വെക്കണം. ആ ഫുഡ് എടുക്കണം. അതൊക്കെ അടച്ചേക്ക് ഗ്രീപ്പറും എല്ലാം കയറിയല്ലേ. ഫുഡ് അവിടെ ആണ് ഫുഡ് വെച്ചേക്കുന്നത്. ഫുഡും കയ്യിലോട്ടെടുത്തിട്ട് ഇനി എന്തോ ചെയ്യേണ്ടത്, എന്തോ നമ്മുടെ ഇതൊക്കെ എടുക്കണം. റിസോഴ്സസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് നോക്കാം. നമ്മൾ സ്പോട്ടിലായിട്ടാണ് പണിയാൻ പോകുന്നത്. അത് ഇവിടെ ഇന്ന് തന്നെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ജസ്റ്റ് നമ്മൾ താഴോട്ട് ഇറങ്ങി കാണിച്ചു തരാം. റോഡേ കാണാൻ പറ്റുമല്ലോ. അവിടെ അങ്ങനായിട്ടാണ് വില്ലേജ് പോകുന്നത്. അപ്പോൾ അത് കാണാനും പറ്റും. അത് സെറ്റായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ ഷീപ്പ് ഫാമിലോട്ടൊന്ന് കുറച്ച് കൊടുക്കണം. കാരണം നമ്മുടെ ഈ വീറ്റും ഫാമൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വീറ്റിനൊന്നും ക്ഷാമമില്ല. വീറ്റും വെച്ച് നമുക്ക് സെറ്റായിട്ട് ഈ ഫാം തുടങ്ങാം. അപ്പം എല്ലാത്തിനും ഒന്ന് ബ്രീഡ് ചെയ്യിപ്പിക്കട്ടെ. ബ്രീഡ് ചെയ്യിപ്പിക്കാം. ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എന്തായാലും നമുക്ക് ഇത് കൊണ്ടാവണമൊക്കെ. പിന്നെ നമ്മുടെ ഫുഡിന് വലിയ ക്ഷാമം വരാൻ സാധ്യതയില്ല. കാരണം 2 ഫാം ഉണങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇവിടെ 2 ക്രീപ്പർ പൊട്ടിത്തെറിച്ച് അതൊന്നും നോക്കണ്ട. എന്തായാലും മണ്ടയ്ക്കോട്ട് കയറിയിട്ട് നോക്കാം. നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കണം. എന്തായാലും ഡോക്കിൻ്റെ പണിയൊക്കെ ജസ്റ്റ് സിമ്പിളായിട്ട് അറിയാമല്ലോ നിങ്ങൾക്ക്. ഡോക്ക് പണിയുണ്ട് എങ്ങനെയാണെന്ന്. അത് ഞാൻ നിങ്ങളൊരു ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ പണിതതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ആ റെക്കോർഡ് ചെയ്തത് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയി. അത് കാരണം ജസ്റ്റ് ടൈം ലാപ്സ് പോലെ കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് പറ്റിയില്ല. സോ എന്തായാലും കാണാൻ ലൈം പോസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടെ ചാടാൻ പറ്റത്തില്ല. ചാടാൻ പറ്റുമോ? അത് മറ്റേത് ഇരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഷിപ്പ് വരാൻ പോകുന്നത്. അത് അടുത്ത എപ്പിസോഡുകളിലൊക്കെ വരും ഷിപ്പ്. ഇവിടെ ആയിട്ട് ഷിപ്പ് വരും. ഇവിടെ ഒരു വലിയ ഷിപ്പ് വന്നാൽ കൊള്ളായിരിക്കും. ഇനി നമുക്ക് ഒരു വീട് പോലത്തെ സെറ്റ് ചെയ്യണം. അതിനായി നമ്മുടെ റിസോഴ്സസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ സ്പ്രൂസ് ലോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഡിസൈൻ പോലെ പ്ലേസ് ചെയ്ത് കൊടുക്കണം. കോർണറിൽ തന്നെ പ്ലേസ് ചെയ്ത് കൊടുക്കാം.
4 ബ്ലോക്ക് ഹൈറ്റിൽ കൊടുക്കണം. എന്തായാലും 4 ബ്ലോക്ക് ഹൈറ്റ് മതിയായിരിക്കും. ഇനി ഇവിടെ നിന്നെടുത്ത് ചാടണം. ഓക്കെ, ചാടട്ടെ. ചാടി കാണാൻ. MLG Pro നമ്മൾ അടുത്ത ലോ വെച്ച് 2 3 4 ബെഡ് എടുക്കണം. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് 1 2 3 അപ്പോൾ 4 ബ്ലോക്കായി. വീണ്ടും MLG ചെയ്യാൻ നോക്കും, പറ്റില്ല. അതിൽ 3 ബ്ലോക്ക് ഇടവിട്ടിട്ട് 1 2 3 4 അതിന് വീണ്ടും ഒരു MLG ചെയ്യാൻ നോക്കുകയാണ്. ശോകം. വീണ്ടും 3 ബ്ലോക്ക് ഇട്ടിട്ട് 1 2 3 4 കൂടിപ്പോയി, കണക്ക് തെറ്റിപ്പോയത്. കുഴപ്പമില്ല. വീണ്ടും നമ്മൾ MLG ചെയ്യാൻ നോക്കും. MLG Pro. We are MLG Pro. സോ നമ്മൾ വീണ്ടും 1 2 3 4 2 3 4 പിന്നെ 4 ബ്ലോക്ക് കൊണ്ടിട്ടിട്ട് 2 3 4 പ്ലേസ് ചെയ്തിട്ട് 1 2 3 കറക്റ്റായി. ഇനി അതോടെ വെച്ചിട്ട് അതങ്ങനെ ചെയ്തിട്ട് അങ്ങോട്ട് ചാടി ഇറങ്ങിയിട്ട് ഇത് അതിൻ്റെ നേർക്ക് തന്നെ ഇത് പ്ലേസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു കയറത്തേക്ക് കൊണ്ടുവന്നില്ല, ഇതൊക്കെ പ്ലേസ് ചെയ്ത് കഴിയട്ടെ. ഗായ്സ്, അപ്പം നമ്മുടെ പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മളൊരു ലൈറ്റ് ഹൗസ് പോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇങ്ങോട്ട് മണ്ടയ്ക്കോട്ട ഏരിയ ഉണ്ട്, അതുവഴി നമുക്ക് ചുറ്റുമുള്ള വ്യൂ ആണ്. പിന്നെ നമ്മൾ ഇങ്ങനെ ഇതുവഴി പോകുമ്പം നമ്മുടെ ഈ ഫിഷിംഗ് മാർക്കറ്റ് എന്നൊക്കെ പറയാം, അങ്ങനൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മണ്ടയ്ക്കൊരു റൂമുണ്ട്. അത്യാവശ്യം ഒരു സ്റ്റോറേജ് പോലെ നമ്മളിപ്പം ഈ ട്രേഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഡോക്ക്. അതായത് നമ്മുടെ വീഡിയോ എൻ്റെ സമയമായിരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. വാച്ച് ദ നെക്സ്റ്റ് വീഡിയോ.